നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊടും രോഗങ്ങൾ കാർന്ന് തിന്നുമ്പോഴും ചിരിക്കുന്ന മുഖങ്ങളുണ്ട്. വലിയ വലിയ വേദനകൾ സഹിച്ചിട്ടും ഇന്നും തകരാത്ത, ഒരുപാട് പരിഹാസങ്ങളും അവഗണനകളും നേരിട്ടിട്ടും ഇന്നും തളരാതെ ഉറച്ചു നിൽക്കുന്നവരുമുണ്ട്. മലവെള്ളം പോലെ പ്രശ്നങ്ങൾ വന്നിട്ടും ഇന്നും പ്രതീക്ഷയോടെ ജീവിക്കുന്ന, ഇഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇന്നും പ്രത്യാശ നഷ്ടപ്പെടാതെ, പ്രതിസന്ധികളുടെ മുൻപിൽ കീഴടങ്ങാതെ വിദൂരമായ ഒരു ചെറിയ സാധ്യതയോട് പോലും അഭിനിവേശമുള്ളവരുണ്ട്. അവരെയൊക്കെയാണ് നാം കരുത്തർ എന്ന് വിളിക്കുന്നത്. ശാരീരിക ബലഹീനതയെ മനക്കരുത്തുകൊണ്ട് പൊരുതി വിജയിച്ച പെൺകരുത്തിന്റെ പ്രതീകമായ നർത്തകിയും അഭിനേത്രിയുമായ സുധാ ചന്ദ്രന്റെ ജീവിത വഴികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നടി സുധാ ചന്ദ്രന്റെ ജീവിതം തന്നെ അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. ആത്മവിശ്വാസവും ധൈര്യവും നിശ്ചയദാർഢ്യവും കൊണ്ട് പടുത്തുയർത്തിയ ജീവിതം. ഇപ്പോൾ സുധാ ചന്ദ്രന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. മതപരമായ ചടങ്ങായ മാതാ കി ചൗക്കിയിൽ ഭജൻ സന്ധ്യയിൽ പങ്കെടുക്കുമ്പോൾ അവിചാരിതമായി അവർ ഭക്തിലഹരിയിൽ ആടാൻ തുടങ്ങി. അപ്പോൾ അവർക്കുണ്ടായ ഭാവമാറ്റം എല്ലാവരെയും ഞെട്ടിച്ചു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ഭക്തരെല്ലാവരും ചേർന്ന് അവരെ ബലമായി പിടിക്കുകയും ആ സമയത്ത് അവർ ഒരാളുടെ കയ്യിൽ കടിക്കുകയും ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. സുധാ ചന്ദ്രൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാകാം ഇത് വലിയ വാർത്തയായത്. ഞാനിത് തമിഴ്നാട്ടിൽ നിരവധി തവണ നേരിൽ കണ്ടിട്ടുള്ളതാണ്. അവിടെ അമ്മൻ തുള്ളുന്ന വേളയിൽ കയ്യിൽ വേപ്പലക്കെട്ടുമായി തുള്ളുന്ന ചില സ്ത്രീകൾക്കൊക്കെ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അവർ കുറെ നേരം തുള്ളിയതിന് ശേഷം ബോധം കെട്ടി വീഴാറുണ്ട്. അവരെ വെള്ളം കുടഞ്ഞ് ഉണർത്താറുമുണ്ട്. അമ്മൻ ആവാഹിക്കുന്നതാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അത്തരത്തിൽ പെരുമാറുന്നവരെ ബഹുമാനിക്കണമെന്നും അവർ പറയുന്നുണ്ട്. ഇവിടെ സുധാചന്ദ്രൻ പറയുന്നത് അവർക്ക് ദൈവീകമായ ഒരു അനുഗ്രഹം ഉണ്ടായതാണെന്നാണ്. അവർ പറയുന്നു, ഇക്കാര്യത്തിൽ എന്നെ ട്രോളിയവർ സന്തോഷിച്ചു കൊള്ളട്ടെ, ഞാൻ കടുത്ത ഒരു ഈശ്വര വിശ്വാസിയാണ്. അതിന്റെ അനുഗ്രഹമാണ് എനിക്ക് അവിടെ ലഭിച്ചത്. ഇത്തരം ആൾക്കാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വലിയൊരു ജനസമൂഹം ഇവിടെയുണ്ട്. സുധാചന്ദ്രന്റെ ജീവിതത്തിലെ ഏത് കാര്യമെടുത്താലും ഇത്തരം ബഹുമാനവും സ്നേഹവും ഒക്കെ അർഹിക്കുന്നവരാണവർ. അവരുടെ ജീവിതം തന്നെ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പരിവർത്തനത്തിലൂടെ പടുത്തുയർത്തിയതാണ്. ജീവിതം ആത്മവിശ്വാസവും മനക്കരുത്തും കൊണ്ട് കെട്ടിപ്പടുത്ത് ലോക പ്രശസ്തയായ ധീര വനിതയാണവർ. അമ്മയുടെ നിർബന്ധത്തിനും ആഗ്രഹത്തിനും വഴങ്ങിയാണ് സുധാചന്ദ്രൻ 3 വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയത്. 7-ാം വയസ്സിൽ തന്നെ അരങ്ങേറ്റവും നടത്തി. ഇരിഞ്ഞാലക്കുട KC ചന്ദ്രന്റെയും പാലക്കാട് കുഴൽമന്ദം സ്വദേശിനി തങ്കത്തിന്റെയും മകളാണ് സുധാചന്ദ്രൻ. അവർ പിതാവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തൃശ്ശിനാപ്പള്ളിയിലായിരുന്നു താമസം. തന്റെ സന്തോഷപ്രദമായ കൗമാരപ്രായം കടന്നു പോകുമ്പോഴാണ് തന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവർ ഒരു ബസ് അപകടത്തിൽപ്പെടുന്നത്. അപകടത്തിൽ അമ്മ മരിച്ചു എന്നാണ് അവർ ആദ്യം അറിഞ്ഞത്. എന്നാൽ പിന്നീട് അവർ ചെറുതായി ശ്വാസം വിടുന്നത് കണ്ടാണ് ഡോക്ടർ ജീവൻ രക്ഷിച്ചത്. തൃശ്ശിനാപ്പള്ളിയിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ പല പല വാർഡുകളിലായിട്ടാണ് സുധാചന്ദ്രനും അമ്മയും അച്ഛനുമൊക്കെ കിടന്നിരുന്നത്. അവർ പരസ്പരം കണ്ടുമുട്ടുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി അവരെ ചെന്നൈയിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ചാണ് സുധാചന്ദ്രന്റെ ഇൻഫെക്ഷനായ കാല് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ മുറിച്ചു മാറ്റപ്പെടുന്നത്. ജീവിതത്തിൽ ഒത്തിരി മധുര സ്വപ്നങ്ങളുമായി ഒരു പൂമ്പാറ്റയെ പോലെ പാറി പറന്ന് നടന്ന 16-കാരി പതറിപ്പോയ നിമിഷം. തന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നൃത്തം ചെയ്യാനാവില്ല എന്ന് തോന്നിയ നിമിഷമായിരുന്നു അത്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നൃത്തം ചെയ്തിരുന്ന സുധാചന്ദ്രന് കാൽ നഷ്ടപ്പെട്ടപ്പോൾ നൃത്തം ചെയ്യണമെന്ന് അതിയായ മോഹം മനസ്സിലുദിച്ചു. എനിക്കിനി നൃത്തം ചെയ്യാനാകുമോ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ വെറുതെ ആത്മവിശ്വാസം പകരാനായി പറഞ്ഞു, നിനക്കിനിയും നൃത്തം ചെയ്യാനാകും, കൃത്രിമക്കാൽ ഉപയോഗിച്ച്. ഡോക്ടറുടെ ഈ വാക്കുകൾ ആ കൗമാരക്കാരിയിൽ ആത്മവിശ്വാസം പകർന്നു. അവൾ പതറിയില്ല. ജയ്പൂർ കൃത്രിമക്കാൽ ധരിച്ച് അവൾ നൃത്തം ചെയ്തു. അപ്പോഴാണ് നൃത്തം എത്ര വിലപ്പെട്ടതാണെന്ന് അവർക്ക് മനസ്സിലായത്. ആ സന്ദർഭത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ കൂടി എനിക്ക് നൃത്തം ചെയ്യാൻ അവസരം തരണമേ ദൈവമേ എന്നവർ പ്രാർത്ഥിച്ചു. നിറഞ്ഞ സദസ്സിന് മുൻപിൽ നൃത്തം ചെയ്യുന്ന സുധാചന്ദ്രനെ അവർ സ്വപ്നം കണ്ടു. കൃത്രിമക്കാലിൽ ചുവട് വെക്കുമ്പോൾ വലിയ വേദനയുണ്ടായിരുന്നു. പലപ്പോഴും ചോര ഒഴുകുന്നുണ്ടായിരുന്നു. എന്നാലും തോറ്റുകൊടുക്കാൻ അവർ തയ്യാറായില്ല. 2.5 വർഷക്കാലം കഠിനാധ്വാനം. കൃത്രിമക്കാലിൽ നൃത്തം പഠിക്കുന്ന സമയത്ത് പലരും ചോദിച്ചു, എന്തിനാ ഈ വേദനയൊക്കെ സഹിക്കുന്നത്, നൃത്തമൊന്നും വേണ്ട എന്ന്. പക്ഷെ
എന്റെ സ്വപ്നം എന്ത് വില കൊടുത്തും നേടണമെന്ന വാശി എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വേദനകൾ, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ എല്ലാം അവഗണിച്ച് അവർ അരങ്ങിലെത്തുന്നു. ഏകദേശം 3 മണിക്കൂറോളമാണ് അവർ നിറഞ്ഞ സദസ്സിന് മുൻപിൽ നൃത്തം ചെയ്തത്. സദസ്സിൽ അവർക്കന്ന് ആത്മവിശ്വാസം പകർന്ന ഡോക്ടറും ഉണ്ടായിരുന്നു. കൃത്രിമക്കാലിൽ ഒരു പെൺകുട്ടി നൃത്തം ചെയ്യുന്നത് ആശ്ചര്യത്തോടെ നോക്കിക്കണ്ട സദസ്സ് ഒന്നടങ്കം കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു. നൃത്തം കഴിഞ്ഞ് അവരുടെ അരികിലെത്തിയ ഡോക്ടർ അവരോട് ചോദിച്ചു, നിനക്കിതെങ്ങനെ സാധിച്ചു? ഡോക്ടറല്ലേ പറഞ്ഞത് നൃത്തം ചെയ്യാൻ കഴിയുമെന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് നിന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ എനിക്ക് സാധിക്കില്ല എന്ന് പറയാൻ തോന്നിയില്ല. പക്ഷേ നീ ഇത് ഇത്രയും പെട്ടെന്ന് നേടിയെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പിന്നീട് അങ്ങോട്ട് സുധാ ചന്ദ്രൻ എന്ന നർത്തകിയുടെ പ്രശസ്തി നാടെങ്ങും ലോകമെങ്ങും പ്രചരിക്കാൻ തുടങ്ങി. ആ പ്രശസ്തിയിലൂടെ സിനിമയിലേക്കുള്ള അഭിനയത്തിലേക്കുള്ള വഴിയൊരുങ്ങി. തന്റെ ജീവിത കഥയെ ആസ്പദമാക്കി തെലുങ്കിൽ നിർമ്മിച്ച സിനിമയായിരുന്നു മയൂരി. ആ സിനിമയിലെ നായികയാകട്ടെ സുധാ ചന്ദ്രനും. അതുവരെ സിനിമാ അഭിനയത്തെക്കുറിച്ച് ഒരു ധാരണയും തനിക്കില്ലായിരുന്നു. കൂടാതെ തെലുങ്ക് ഭാഷ ഒരക്ഷരം തനിക്ക് അറിയുകയുമില്ല. അങ്ങനെ പകൽ മുഴുവൻ ഷൂട്ടിങ്ങും രാത്രി മുഴുവനും അടുത്ത ദിവസത്തെ തെലുങ്ക് ഡയലോഗുകൾ കാണാപ്പാഠം പഠിച്ചും 20 ദിവസം ഉറക്കം 1-2 മണിക്കൂറുകളിൽ ഒതുക്കി ആ സിനിമ അഭിനയിച്ചു തീർത്തു. ആ സിനിമയിൽ തന്റെ കഠിനാധ്വാനത്തിനുള്ള ഫലം കിട്ടി. സിനിമ സൂപ്പർ ഹിറ്റ്. സുധാ ചന്ദ്രൻ എന്ന നടിക്ക് ആദ്യ ചിത്രത്തിൽ തന്നെ നാഷണൽ അവാർഡും. പിന്നീട് സുധാ ചന്ദ്രൻ എന്ന അത്ഭുത നടിയുടെ ഡേറ്റിനായി നിർമ്മാതാക്കളും സംവിധായകരും പരക്കം പാച്ചലിലായി. ഇന്ത്യയിലെ 6 ഭാഷകളിലായി അവർ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. അങ്ങനെ സുധാ ചന്ദ്രൻ എന്ന നടിയും നർത്തകിയും തന്റെ കൃത്രിമക്കാലുമായി ലോകം മുഴുവൻ സഞ്ചരിച്ച് നൃത്തം അവതരിപ്പിച്ചു. യാത്രയിൽ അവർക്ക് വേദന തോന്നുന്നത് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി പരിശോധനയുടെ ഭാഗമായി ഓരോ പ്രാവശ്യവും തന്റെ കൃത്രിമക്കാൽ അഴിച്ചു മാറ്റുന്നതാണ്. അത് ഒഴിവാക്കി തരുവാനായി പ്രധാനമന്ത്രിയോട് അവർ കത്തെഴുതി അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിനിടെ ശബരിമല വിഷയം വന്നപ്പോൾ സുധാ ചന്ദ്രൻ നമ്പിനാൽ കെടുവതില്ലേ എന്ന ചിത്രത്തിന് വേണ്ടി ശബരിമലയിലെ 18ാം പടിയിൽ കയറി നൃത്തം ചെയ്തു എന്ന് പറഞ്ഞ് വിവാദവും കേസുമൊക്കെ വന്നു. ശബരിമല സ്ത്രീ പ്രവേശനത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ കഥയായിരുന്നു ഇത്. ഇതിനെതിരെ സുധാ ചന്ദ്രൻ രംഗത്ത് വന്ന് വിശദീകരണം നൽകി. കേട്ട വാർത്ത സത്യമല്ലെന്നും ചെന്നൈയിലെ ഒരു സ്റ്റുഡിയോയിൽ സെറ്റിട്ടാണ് ആ ഗാനരംഗം ചിത്രീകരിച്ചതെന്നും നടി വിശദീകരിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് രംഗങ്ങൾ ശബരിമലയ്ക്ക് താഴെയും പിന്നിലെ കവാടത്തിലുമാണ് ചിത്രീകരിച്ചതെന്നും സുധ വ്യക്തമാക്കി. സുധാ ചന്ദ്രന്റെ ജീവിതത്തിലുടനീളം ഇത്തരം ശ്രദ്ധിക്കപ്പെടുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വിവാഹവും ഇതുപോലെ തന്നെയായിരുന്നു. രവി എന്ന ഒരു നോർത്ത് ഇന്ത്യൻകാരനായ അസിസ്റ്റന്റ് ഡയറക്ടറെയാണ് അവർ വിവാഹം ചെയ്തത്. അതിലും വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവർ ഒന്നാകുകയാണ് ഉണ്ടായത്. 30 വർഷം നീണ്ട ദാമ്പത്യത്തിൽ അവർക്ക് ഇന്നും കുട്ടികളില്ല. അതിലവർ സന്തുഷ്ടരാണ്. അതിന്റെ പിന്നിൽ അവർ വെളിപ്പെടുത്താത്ത ചില കാരണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ ആത്മീയ ചടങ്ങിൽ വികാരാധീനയായി കണ്ട സുധാ ചന്ദ്രനെ പലരും ട്രോളിയപ്പോൾ, ചിലർ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ താൻ ഇതേക്കുറിച്ച് ആർക്കും വിശദീകരണം നൽകേണ്ട ആവശ്യമില്ലെന്നും ഭക്തിയാണ് തന്നെ നയിച്ചതെന്നും താരം വ്യക്തമാക്കി. അതൊരു സവിശേഷ നിമിഷമാണ്. ആ ചൈതന്യം എന്നിലേക്ക് പ്രവേശിച്ചു. എന്നിലൂടെ മറ്റുള്ളവരിലേക്കും അനുഗ്രഹങ്ങൾ എത്തിയതും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ വൈറലായതിൽ തനിക്ക് വിഷമമില്ലെന്നാണ് സുധാ ചന്ദ്രൻ പറയുന്നത്. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളാണ്. അതിൽ പരിഭവവും ദുഃഖവും ഇല്ലാതെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെയും ഭക്തിയോടെയും അസാമാന്യ മനക്കരുത്തോടെയും മറ്റുള്ളവർക്ക് മാർഗദർശിയായി ജീവിക്കുന്ന സുധാ ചന്ദ്രന് നന്മകൾ നേരുന്നു. പ്രയാസങ്ങൾ മനസ്സ് തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരിരുട്ടും തുളച്ച് പ്രകാശം ഒരു നാൾ നമ്മളെ തേടി വരും. പ്രതീക്ഷിച്ചതിനു മുകളിലേക്ക്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.